ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച ചില കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ബാക്കിയുള്ളവ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കും. സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച ചില കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കുന്നത്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കും. ബാക്കിയുള്ളവ റവന്യൂ വകുപ്പ് ആയിരിക്കും പൊളിച്ചു നീക്കുക. സ്ഥലത്ത് പോലീസിന്റെ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഈയൊരു കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് ഹോൾഡിങ്സ് വരുന്ന കടകൾക്കെതിരെ ആണ് നമ്മൾ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 57 പേര് ഒരു പുതിയ കയ്യേറ്റം കൂടെ നമ്മൾ നോട്ടീസിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ 57 പേരിൽ നമുക്ക് 13 പേരൊഴികെ മറ്റുള്ള എല്ലാവർക്കും മറ്റിടത്തുള്ള സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കുടുംബങ്ങളിൽ 90% ആൾക്കാരും വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അവർക്ക് 2024 ഈ കടകൾ പൂട്ടിയിരുന്ന സമയത്ത് ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. പിന്നെ സുപ്രീം കോടതിയുടെ SLP എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി 21 നമ്മൾ ഒരു നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ വന്ന മെയ് 1 അവസാനമായിട്ട് നമ്മൾ മറ്റൊരു നോട്ടീസും കൂടെ കൊടുത്തിരുന്നു. അതിനുശേഷം 13 ഫാമിലീസാണ് നമുക്ക് പുനരധിവാസം ആവശ്യമുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അവർക്കായിട്ട് ഇന്നലെ പഞ്ചായത്ത് ഒരു സർവകക്ഷി യോഗം കൂടി അവർക്ക് താമസിക്കാനായിട്ട് സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇപ്പോൾ ഈ ഒരു കെട്ടിടങ്ങളടക്കം പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു കെട്ടിടങ്ങളടക്കം ഉടമകൾ തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദേവികുളം സബ് കളക്ടർ VM ആര്യയാണ്. നിലവിൽ 9 പേർക്കുമാണ് ഈ 88 കെട്ടിടങ്ങൾ, വീട് ഉൾപ്പെടെയുള്ള 88 കെട്ടിടങ്ങളാണ് ഇന്ന് പൊളിച്ചു നീക്കുന്നത്. ഏതായാലും മേഖലയിൽ വലിയ പ്രതിഷേധമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോട് തന്നെയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത്. പകുതി കെട്ടിടങ്ങളും ഉടമകൾ തന്നെ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. 5ഓളം JCB യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ 9 പേർക്ക് വീടില്ല, അല്ലെങ്കിൽ അവർക്കൊരു പുനരധിവാസം ഉറപ്പാക്കാൻ തന്നെ പഞ്ചായത്ത് ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ 9 പേർക്ക് വീടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുനരധിവാസം ഉറപ്പാക്കാൻ തന്നെയാണ് ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളും വീണ്ടും ബാക്കി ആർക്കെങ്കിലും വീട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. അവർക്കും പുനരധിവാസം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത്തരത്തിൽ പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ ഈ 88 കെട്ടിടങ്ങളിൽ ഒരു പെന്തക്കോസ്ത പള്ളിയടക്കം ഈ കയ്യേറ്റത്തിൽ പെടുന്നുണ്ട്. ഇതും പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു 24 മണിക്കൂർ സാവകാശം ഇവർക്ക് നൽകിയത്. സ്വയം ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു നോട്ടീസ് അടക്കം പഞ്ചായത്ത് നൽകിയിരുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പഞ്ചായത്തും കൂടെ ഇന്ന് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. ഏതായാലും ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇവിടെയുള്ള കുടുംബങ്ങൾ നിരാഹാര സമരം തുടങ്ങിയിരുന്നു. ഏതായാലും അത്തരത്തിൽ നിരാഹാര സമരം തന്നെ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മേഖലയിൽ 163 BNB 163 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോട് തന്നെയാണ് ഇന്നലെ ഈ പൂപ്പാറ ടൗണിലുള്ള പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം തന്നെ ഇന്ന് പൊളിച്ചു നീക്കുന്നത്. ഏതായാലും പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മുൻപ് ഒരു BJP പ്രവർത്തകനാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പന്നിയാർ പുഴയുടെ തീരത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. ഈ കെട്ടിടത്തിന്റെ ഉടമയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു, തങ്ങൾ മാത്രമല്ല ഈ പുഴയുടെ തീരത്ത് കെട്ടിടം നിർമ്മിക്കുന്നത്, ബാക്കിയുള്ള എല്ലാ കെട്ടിടങ്ങളും പുഴയോരത്താണ് എന്ന് ഹൈക്കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഈ പുഴയോരത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ, കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം തന്നെ
പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകിയത്. തുടർന്നായിരുന്നു ഇതിനു മുമ്പ് തന്നെ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ സീൽ ചെയ്ത ഉദ്യോഗസ്ഥർ സീൽ ചെയ്തിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം 24 മണിക്കൂർ സാവകാശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നിൽക്കുന്നത്. ഇന്നലെ രാത്രിയോട് തന്നെ ഉടമകൾ തന്നെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചു. പ്രതിഷേധം ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് 163 BNB ഈ നിരോധനാജ്ഞ ഈ മേഖലയിൽ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് തന്നെ വലിയ പോലീസ് സന്നാഹം ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഏതായാലും കെട്ടിടങ്ങൾ പകുതി ഉടമകൾ തന്നെ പൊളിച്ചു നീക്കാൻ തുടങ്ങിയിട്ട് ബാക്കി യന്ത്രങ്ങളുടെ സഹായങ്ങളോടെ തന്നെ ഇപ്പോൾ പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഉടമകൾ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നത്. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉടമകൾക്കടക്കം നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ 9 കുടുംബങ്ങളാണ് നിലവിൽ വീടുകളില്ലാതെ ഇരിക്കുന്നത്. അവർക്ക് അവരുടെ പുനരധിവാസം തയ്യാറാക്കും എന്നതാണ് ഇപ്പോൾ സബ് കളക്ടർ അടക്കം പറയുകയുണ്ടായിരുന്നത്. ബാക്കിയുള്ളവ ബാക്കി പൊളിക്കാനുള്ളവ റവന്യൂ വകുപ്പ് തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.